നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലേറ്റ് എഡിഷനിലേക്ക് സ്വാഗതം. ഞാൻ ദില്ലാ മധു. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഗുരുതര പരാമർശങ്ങളുമായി ഹൈക്കോടതി. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ സംഘടിതമായി കൊള്ളയടിച്ചെന്നും കൂടുതൽ പ്രതികളുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നും കോടതി പറഞ്ഞു. എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിക്കൊണ്ടുള്ള ഉത്തരവിലാണ് ഗുരുതര പരാമർശങ്ങൾ. അതേസമയം ദ്വാരപാലക സ്വർണ്ണപ്പാളി കേസിൽ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിച്ചു. പഞ്ചാഗ്നി മധ്യേ തപസ്സു ചെയ്താലുമീ പാപകർമ്മത്തിൻ പ്രതിക്രിയയാകുമോ? സ്വർണ്ണക്കൊള്ളക്കേസിൽ എ പത്മകുമാർ, മുരാരി ബാബു, ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ തള്ളിയ ഹൈക്കോടതി ഉത്തരവ് ആരംഭിക്കുന്നത് അദ്വൈതം സിനിമയിലെ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ്. ശബരിമലയിൽ നടന്നത് കൂട്ടക്കൊള്ള. അയ്യപ്പന്റെ സ്വത്ത് പ്രതികൾ കൂട്ടം ചേർന്ന് കൊള്ളയടിച്ചു. ക്ഷേത്രം സംരക്ഷിക്കേണ്ട മുരാരി ബാബു കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തു. അങ്ങനെ ഒരാൾക്ക് ജാമ്യം നൽകുന്നത് പരിഗണിക്കാനാവില്ല. മുൻ MLA കൂടിയായ പത്മകുമാറിന് ജാമ്യം നൽകിയാൽ അന്വേഷണത്തിൽ ഇടപെടുമെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. നിലവിലെ പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്ന് പരിശോധിക്കണമെന്ന് കോടതി SITയോട് ആവശ്യപ്പെട്ടു. അതേസമയം ദ്വാരപാലക കേസിൽ കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായി 90 ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം നൽകാത്തതിനാലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വാഭാവിക ജാമ്യം ലഭിച്ചത്. എന്നാൽ കട്ടിളപ്പാളി കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ജയിലിൽ തുടരും. അന്വേഷണം പൂർത്തിയാകാത്തതിനാലാണ് കുറ്റപത്രം വൈകുന്നതെന്ന് അന്വേഷണ സംഘം കൊല്ലം വിജിലൻസ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ ശബരിമല സന്നിധാനത്ത് SITയുടെ പരിശോധന തുടരുകയാണ്. സ്ട്രോങ് റൂം തുറന്ന് അഷ്ടദിക്പാലകരുടെ വിഗ്രഹങ്ങളിലും ശ്രീകോവിലിൽ നിന്ന് ഇളക്കിമാറ്റിയ പഴയ കട്ടിളപ്പാളികളിലെ സ്വർണവും പരിശോധിച്ചു. സ്വർണപ്പാളികളിലെ അളവും തൂക്കവും SIT ശേഖരിച്ചു. ഇന്നും നാളെയും സന്നിധാനവുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങളിലും SIT പരിശോധന നടത്തും. അതിനുശേഷം അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് SITയുടെ തീരുമാനം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതികൾക്കെതിരെ നിർണായക നീക്കവുമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പ്രധാന പ്രതികളുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടി. 1,30,00,000 രൂപ വില വരുന്ന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 100 ഗ്രാം സ്വർണവും പിടിച്ചെടുത്തു. ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങളുടെ പേരിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പും അന്വേഷണ പരിധിയിൽ വരുമെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചിട്ടുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കണ്ടെത്തലുകൾ ശരിവയ്ക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ശബരിമലയിൽ നടന്നത് വ്യാപക ക്രമക്കേടും കൊള്ളയും. പ്രധാന പ്രതികളുടെ സ്വത്തുവകകളാണ് ED കണ്ടുകെട്ടിയിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ 8ഓളം സ്വത്തുവകകൾ കണ്ടുകെട്ടി. ഭൂമിയുടെ രേഖകൾ മരവിപ്പിച്ചു. ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണം പിടിച്ചെടുത്തു. സ്വർണ്ണക്കട്ടികളാണ് പിടിച്ചത്. ചില ഉദ്യോഗസ്ഥർക്ക് അസ്വാഭാവികമായ സാമ്പത്തിക ഇടപാടുണ്ടെന്നും ED വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. സ്വർണം ചെമ്പെന്നെഴുതിയ രേഖകൾ ദേവസ്വം ആസ്ഥാനത്ത് നിന്ന് കണ്ടെത്തി. സ്പോൺസർഷിപ്പ് ഇടപാടുകൾ ഭൂരിഭാഗവും ദുരൂഹം. കൊടിമരവുമായി ബന്ധപ്പെട്ട സ്പോൺസർഷിപ്പിലും തട്ടിപ്പ് നടന്നതായി EDക്ക് തെളിവ് ലഭിച്ചതായാണ് സൂചന. വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടി ഉണ്ടാകുമെന്നുറപ്പ്. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ആരോപണം ശക്തമാകുന്നതിനിടെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം സംബന്ധിച്ച് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ക്ഷണിച്ചതുകൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത് എന്നാണ് വിശദീകരണം. കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയമുണ്ടെന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിക്കു പിന്നാലെയാണ് ഈ വിശദീകരണം. 1.5 മാസം മുൻപ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴായിരുന്നു മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന് കുരുക്കാകുന്ന മൊഴി നൽകിയത്. നേതാക്കൾക്കും ദേവസ്വം ഉദ്യോഗസ്ഥർക്കും ഉപഹാരം നൽകിയിട്ടുണ്ടെന്നായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി SITക്ക് മൊഴി നൽകിയത്. 2017 മുതൽ കടകംപള്ളിയുമായി പരിചയമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിരുന്നു. ഇത് ആയുധമാക്കി പ്രതിപക്ഷം രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കടകംപള്ളി സുരേന്ദ്രന്റെ വിശദീകരണം. ആ ചടങ്ങിൽ പങ്കെടുത്തു, അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ ഒരു പ്രാവശ്യം മാത്രമാണ് ഞാൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുള്ളത്. അതും അങ്ങനെ ഒരു നിർബന്ധത്തിന് വഴങ്ങിപ്പോയതാണ്. എൻ്റെ ഭാഗ്യത്തിനാണെന്ന് തോന്നുന്നു. ഒരു ഗിഫ്റ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ പോറ്റിയുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയിട്ടില്ല, വാങ്ങിയിട്ടില്ല. പ്രതിപക്ഷത്തിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. എന്നാൽ കടകംപള്ളി സുരേന്ദ്രനെതിരായ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. ഇപ്പൊ തന്നെ അദ്ദേഹത്തിന്റെ അയൽവാസി പറഞ്ഞിരിക്കുന്നു, അദ്ദേഹം ഇവിടെ നിത്യസന്ദർശകനായിരുന്നു, എപ്പോഴും ഇവിടെ വരുമായിരുന്നു, പോറ്റിയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്നു. എന്തുകൊണ്ട് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നില്ല? മൊഴിയുടെ വിവരങ്ങൾ പുറത്തുവന്ന പശ്ചാത്തലത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. 24 തിരുവനന്തപുരം. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണത്തിന് പിന്നാലെ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതി ഷിംജിദ മുസ്തഫ അറസ്റ്റിൽ. വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് റീൽസ് ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച ഷിംജിദ മുസ്തഫ പിടിയിലായത്. പ്രതിയെ കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി കേസെടുത്തതിന് പിന്നാലെ ഒളിവിൽ പോയ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഷിംജിദ മുസ്തഫയെ വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയത്.
കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച വൈദ്യപരിശോധന നടത്തി. മുഖമറച്ച സ്വകാര്യ വാഹനത്തിൽ എത്തിച്ചായിരുന്നു വൈദ്യപരിശോധന. പിന്നീട് കുന്നമംഗലം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ ഹാജരാക്കി. പോലീസ് വാഹനത്തിലാണ് പ്രതിയെ കോടതിയിൽ എത്തിച്ചത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത പ്രതിയെ മഞ്ചേരി വനിതാ സബ് ജയിലിലേക്ക് മാറ്റി. 2 ദിവസത്തിനകം ജാമ്യാപേക്ഷ സമർപ്പിക്കുമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വ്യക്തമാക്കി. ഷിംജിത അറസ്റ്റിലായതിൽ സന്തോഷമുണ്ടെന്നും പ്രതിക്ക് കടുത്ത ശിക്ഷ ഉറപ്പാക്കണമെന്നും ദീപകിന്റെ കുടുംബം ആവശ്യപ്പെട്ടു. എനിക്ക് എൻ്റെ ഭർത്താവിന് വന്ന വിധി ഇനി ലോകത്തിൽ ഒരച്ഛനമ്മയ്ക്ക് വരാൻ പാടില്ല. എനിക്ക് അതാണ് എൻ്റെ ആഗ്രഹം. അവളെ പിടിച്ച് അതിന് തക്ക ഇത് കൊടുക്കണം. ഇവിടെ ഒരിക്കലും പുറത്തിറങ്ങാൻ പാടില്ല. അവളെ കിട്ടിയിട്ട് നല്ല ഇതിൽ ഓരോ ശിക്ഷ അനുഭവിക്കണം. ഈ ഇതിൽ തന്നെ ഓള് കഠിന ശിക്ഷ കൊടുത്തിട്ട് ഓളെ ലോകപ്പിലാക്കണം. അവളെ ഒരിക്കലും ജയിലിൽ നിന്ന് വിടാൻ പാടില്ല. പ്രതിക്ക് പോലീസ് വഴിവിട്ട സഹായങ്ങൾ നൽകുന്നുവെന്ന് ആരോപിച്ച BJP പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളെ കൊലക്ക് കൊടുത്ത കൊലയാളിയെ തുടക്കം മുതൽ FIR രജിസ്റ്റർ ചെയ്യുന്നത് മുതൽ സംരക്ഷിക്കാനുള്ള പരിശ്രമമുണ്ട്. മഞ്ചേരി സ്പെഷ്യൽ സബ് ജയിലിൽ എത്തിച്ചപ്പോൾ ഷിംജിതയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെയും പ്രതിഷേധമുണ്ടായി. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ തെളിവെടുപ്പ് നടത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കോഴിക്കോട്. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗം കൗൺസിലിന്റെ അംഗീകാരം. G. സുകുമാരൻ നായരുമായി തുഷാർ വെള്ളാപ്പള്ളി ഉടൻ കൂടിക്കാഴ്ച നടത്തും. കാലത്തിന്റെ അനിവാര്യതയാണ് നടപ്പാകാൻ പോകുന്നതെന്ന് G. സുകുമാരൻ നായർ പ്രതികരിച്ചു. 1976, 2005, 2012 ചരിത്രത്തിൽ 3 തവണയാണ് NSSും SNDPയും ഒരുമിച്ചത്. 3 തവണയും തല്ലിപ്പിരിഞ്ഞതും ചരിത്രം. പഴയതൊക്കെ മറന്നാണ് 4ാം തവണയും ഐക്യത്തിലേക്ക് നടന്നെടുക്കുന്നത്. ആലപ്പുഴയിൽ ചേർന്ന SNDP യോഗം കൗൺസിൽ യോഗത്തിൽ എതിർപ്പില്ലാത്ത തീരുമാനം അംഗീകരിക്കപ്പെട്ടു. NSSുമായുള്ള ചർച്ചകൾക്ക് SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി ചുക്കാൻ പിടിക്കും. നായാടി തൊട്ട് നസ്രാണി വരെയുള്ള ഐക്യത്തിന് ശക്തമായി മുമ്പോട്ട് പോകാനും സുകുമാരൻ നായർ ആ ഐക്യം ശക്തമായി മുമ്പോട്ട് പോകാനും അതുമായിട്ടെല്ലാം ചർച്ച ചെയ്ത് മുമ്പോട്ട് നീങ്ങാനായിട്ട് യോഗം തുഷാർ വെള്ളാപ്പള്ളി ചുമതലപ്പെടുത്തി. SNDP പ്രതിനിധിക്ക് പെരുന്നയിലേക്ക് സ്വാഗതമെന്ന NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. ഐക്യം കാലത്തിന്റെ അനിവാര്യതയെന്നും പ്രതികരണം. എക്സിക്യൂട്ടീവ് ചേർന്ന ഐക്യത്തിൽ അന്തിമ തീരുമാനം. ഈ കാലഘട്ടത്തിന്റെ ആവശ്യം അതായതുകൊണ്ട് SNDP അത് ഉന്നയിക്കുന്നു, NSS അത് അംഗീകരിക്കുന്നു. മുസ്ലിം ലീഗിനോട് മാത്രമാണ് പ്രശ്നമെന്നും ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെ മുസ്ലിം സംഘടനകളുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും വെള്ളാപ്പള്ളി നടേശൻ. എന്നാൽ ഇക്കാര്യത്തിൽ പ്രതികരണത്തിന് G. സുകുമാരൻ നായർ തയ്യാറായില്ല. 24 ആലപ്പുഴ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിമർശനം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരും. പ്രതിപക്ഷ നേതാവ് പുകഞ്ഞ കൊള്ളിയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. അതേസമയം VD സതീശനെ കോൺഗ്രസ് പെരുപ്പിച്ചു കാണിക്കുകയാണെന്നും അതിന്റെ ആവശ്യമില്ലെന്നുമായിരുന്നു G. സുകുമാരൻ നായരുടെ പ്രതികരണം. ഈ പോഞ്ഞ കൊള്ളിയാണ് അത് പുറത്തിട്ട് കഴിഞ്ഞു. അത് സതീശൻ ഞങ്ങളുടെ മുമ്പിൽ ചർച്ചാ വിഷയമല്ല. സതീശന് എന്തിനാ ഇത്ര വലിയ ഉയർത്തി കാണിക്കേണ്ട കാര്യമൊന്നും. കാരണം സതീശനും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും കൂടെ ഉള്ള പ്രശ്നമാണ് എന്ന് അങ്ങനെയൊന്നും ആളാകണ്ട. സതീശന് ഇവിടെ വലിയ ഉമ്മാക്കിയൊന്നും അല്ലെന്ന് ചുമ്മാ മനുഷ്യൻ പറഞ്ഞ് കോൺഗ്രസ്സുകാർ പറഞ്ഞ് പെരുപ്പിക്കുന്നതല്ലേ. വ്യാപക വിമർശനത്തിനും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ വർഗീയ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ചും പ്രസ്താവന പിൻവലിച്ചും മന്ത്രി സജി ചെറിയാൻ. സഹോദരങ്ങൾക്കും സംഘടനകൾക്കും വേദനയുണ്ടാക്കിയതുകൊണ്ട് പരാമർശം പിൻവലിക്കുന്നുവെന്നാണ് സജി ചെറിയാന്റെ വാർത്താക്കുറിപ്പ്. ഖേദപ്രകടനം പാർട്ടി നിർദ്ദേശപ്രകാരമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ സ്ഥിരീകരിച്ചു. ഖേദം പ്രകടിപ്പിക്കേണ്ടതില്ലായിരുന്നു എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. പാർട്ടിയിൽ നിന്നും പുറത്തുനിന്നും സമ്മർദ്ദം ശക്തമായതോടെയാണ് വർഗീയ പരാമർശം പിൻവലിച്ചോടാൻ മന്ത്രി സജി ചെറിയാൻ നിർബന്ധിതനായത്. വർഗീയ പരാമർശം ആര് നടത്തിയാലും അതിനോട് യോജിക്കില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഇതോടെ പാർട്ടിയും കൈവിട്ടെന്ന് വ്യക്തമായി. ഏറ്റവും ശക്തിയായ വർഗീയ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാണ് CPIM. അത് അന്നും അതെ ഇന്നും അതെ നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അക്കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും നിലപാട്
ആരെങ്കിലും സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ നിലപാടുകളൊന്നും പാർട്ടി നിലപാടല്ല. മുഖ്യമന്ത്രിയുടെ അനുമതിയോടെയാണ് പ്രസ്താവന നടത്തിയ വിമർശനവും ഖേദപ്രകടനം നടത്താൻ സജി ചെറിയാനെ നിർബന്ധിതനാക്കി. താൻ പറഞ്ഞ വാക്കുകളെ വളച്ചൊടിച്ചു. ഒരു വിഭാഗത്തിനെതിരെ പറഞ്ഞു എന്ന നിലയിൽ നടത്തുന്ന പ്രചാരണം വളരെയധികം വേദനിപ്പിക്കുന്നു. ബഹുമാനിക്കുന്ന ചില വ്യക്തികളും ആത്മീയ സംഘടനകളും തെറ്റിദ്ധരിച്ചത് വേദനയുണ്ടാക്കുന്നു. പറഞ്ഞതിൻ്റെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാതെ ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രസ്താവന പിൻവലിക്കുന്നു. ഇതാണ് സജി ചെറിയാന്റെ വാർത്താക്കുറിപ്പിന്റെ ഉള്ളടക്കം. എന്നാൽ ഖേദപ്രകടനം കൊണ്ട് പ്രശ്നം തീരുന്നില്ലെന്നാണ് പ്രതിപക്ഷ നിലപാട്. അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് മാത്രം മതിയാവുന്നതല്ല. അദ്ദേഹത്തെ പാർട്ടി നടപടിയെടുക്കണം. അദ്ദേഹത്തിന്റെ പേരിൽ നിയമസഭയ്ക്കകത്തും പുറത്തും അത് ആവശ്യമുയർന്നു. ഖേദപ്രകടനം നടത്തിയെങ്കിലും വെള്ളിയാഴ്ച മുതൽ നടക്കുന്ന CPM സംസ്ഥാന നേതൃയോഗങ്ങളിൽ പരാമർശം ചർച്ചാ വിഷയമാകും. 24 തിരുവനന്തപുരം. മാധ്യമമേഖലയെ ഞെട്ടിച്ച ടെലിവിഷൻ ബാർക്ക് റേറ്റിംഗ് തിരിമറിയിൽ നിർണായക നീക്കവുമായി കേരള പോലീസ്. മുംബൈയിലെ ബാർക്കിന്റെ ആസ്ഥാനത്തെത്തിയ പോലീസ് ആരോപണ വിധേയനായ ജീവനക്കാരൻ പ്രേംനാഥിന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്തു. റേറ്റിംഗ് തട്ടിപ്പ് വാർത്ത പുറത്തുവന്ന അന്നു മുതൽ നിർബന്ധിത അവധി നൽകി ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയ പ്രേംനാഥിനെ വിളിച്ചുവരുത്തിയായിരുന്നു മൊഴിയെടുത്തത്. കളമശ്ശേരി സ്റ്റേഷനിലെ SHO T ദിലീഷ്, ഗ്രേഡ് SI സെബാസ്റ്റ്യൻ ആന്റണി, സൈബർ ഡോം ASA ഡെൽഫിൻ എന്നിവരടങ്ങുന്ന അന്വേഷണ സംഘമാണ് മുംബൈയിലെ ബാർക്ക് ഓഫീസിൽ എത്തിയത്. 20 മണിക്കൂറിലേറെ നേരം മൊഴിയെടുപ്പും തെളിവ് ശേഖരണവും നീണ്ടു. ഓപ്പറേഷൻ സത്യയുടെ വിവരങ്ങൾ 24 പുറത്തുവിട്ട അന്നു തന്നെ ബാർക്ക് നേതൃത്വം പ്രേംനാഥിനെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയിരുന്നു. ഇയാളുടെ ഫോൺ വാങ്ങിച്ച് സ്വകാര്യ ലാബിൽ ഫോറൻസിക് പരിശോധനയ്ക്കും കമ്പനി അയച്ചു. ഇതിന്റെ ഫലം ലഭിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി പോലീസിന് കൈമാറാൻ ബാർക്ക് തയ്യാറായിട്ടില്ല. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിനായി പോലീസ് നോട്ടീസ് കൊടുത്തു. ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഫോണിൽ നിന്ന് രേഖകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പോലീസിന്റെ അടുത്ത നടപടി. ബാർക്ക് റേറ്റിംഗ് തട്ടിപ്പ് നടന്ന കാലയളവിലെ വിശദമായ റേറ്റിംഗ് ഡാറ്റയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. 9 സിം കാർഡുകളും നിരവധി ബാങ്ക് അക്കൗണ്ടുകളും ഉണ്ടെന്ന് സമ്മതിച്ച പ്രേംനാഥ് തൊടുന്യായങ്ങൾ പറഞ്ഞ് ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചത്. 2 അഭിഭാഷകരുടെ സാന്നിധ്യത്തിലാണ് ബാർക്ക് ഉദ്യോഗസ്ഥർ കേരള പോലീസിന് മുന്നിൽ ഹാജരായത്. പ്രേംനാഥിന് പുറമെ ബാർക്കിലെ മാനേജ്മെന്റ് അഷുറൻസ് ഹെഡ്, ടെക്നിക്കൽ IT ഡിവിഷനുകളുടെ വൈസ് പ്രസിഡന്റുമാർ, ബാർക്കിലെ മലയാള ഉദ്യോഗസ്ഥരായ സുമാ രമേശ്, മനോജ് നായർ എന്നിവരിൽ നിന്നൊക്കെ കേരള പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തി. മുംബൈയിൽ നിന്നും വരുൺ വടശ്ശേരിക്കരയ്ക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. ഗ്രീൻലൻഡിനുമേൽ അവകാശം ആവർത്തിച്ച് ഡൊണാൾഡ് ട്രംപ്. സൈനിക ശക്തി ഉപയോഗിക്കാതെ ഗ്രീൻലൻഡ് നേടിയെടുക്കുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. യൂറോപ്യൻ യൂണിയൻ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുന്നുവെന്നും നാറ്റോയെ സഹായിക്കുന്നതുകൊണ്ട് അമേരിക്കയ്ക്ക് ഗുണമില്ലെന്നും ദാവോസിലെ വേൾഡ് ഇക്കണോമിക് ഫോറത്തിൽ ട്രംപ് പറഞ്ഞു. Greenland, including right title and ownership, because you need the ownership to defend it. You can't defend it on a lease. Number one, legally it's not defensible that way, totally. And number two, psychologically, who the hell wants to defend a license agreement? വീണ്ടും വാർത്തകളിലേക്ക് നോക്കാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമെന്ന് NDTV വോട്ട് വൈബ് സർവേ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തിൽ പകുതിയിലധികം ജനങ്ങളും അതൃപ്തരാണെന്നാണ് സർവേയിലെ കണ്ടെത്തൽ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൂടുതൽ പേരുടെ പിന്തുണ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെന്നും സർവേയിൽ പറയുന്നു. സംസ്ഥാന സർക്കാരിന്റെ പ്രകടനം, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെ ആഗ്രഹിക്കുന്നു തുടങ്ങിയ പ്രധാന ചോദ്യങ്ങളുമായാണ് NDTV വോട്ട് വൈബ് കേരള ട്രാക്കർ സർവേ നടത്തിയത്. 52% പേർ സർക്കാരിന്റെ പ്രകടനം മോശമാണെന്ന് അഭിപ്രായപ്പെട്ടു. 35% പേർ മാത്രമാണ് LDF സർക്കാരിനെ പിന്തുണച്ചത്. 12% ആളുകൾ സർക്കാരിൻ്റേത് ശരാശരി പ്രകടനമെന്നും അഭിപ്രായപ്പെട്ടതായി സർവേയിൽ പറയുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപരമായ ജനപ്രീതിയിലും ഇടിവുണ്ടായതായി സർവേ വ്യക്തമാക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനാണ് ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത്. പിണറായി വിജയൻ 18% പേരുടെ പിന്തുണയോടെ രണ്ടാമതും, CPIM നേതാവ് KK ശൈലജ 16.9% പേരുടെ പിന്തുണയോടെ തൊട്ടു പിന്നാലെയുമുണ്ട്. BJP നേതാവ് രാജീവ് ചന്ദ്രശേഖറിന് 14.7%, ശശി തരൂരിന് 9.8%മാണ് പിന്തുണ ലഭിച്ചത്. വോട്ട് വിഹിതത്തിലും UDF മുന്നിലെത്തുമെന്നാണ് പ്രവചനം. UDFന് 32.7%, LDFന് 29.3%, NDAക്ക് 19.8% വോട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. 24 ഡൽഹി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നിർണായക യോഗങ്ങൾക്ക് പാർട്ടികളും മുന്നണികളും. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളോട് മറ്റന്നാൾ ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് നാളെ NDA യോഗം ചേരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റന്നാൾ കേരളത്തിലെത്തും.
AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, രാഹുൽ ഗാന്ധി എന്നിവരുമായി KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കൂടിക്കാഴ്ച നടത്തും. വെള്ളിയാഴ്ച ഡൽഹിയിലെത്താനാണ് നേതാക്കൾക്ക് നിർദ്ദേശം. പ്രചാരണ തന്ത്രം, സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയവ ചർച്ചയാകും. അതേസമയം വൈക്കത്ത് തന്നെ UDF സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഔദ്യോഗികമായി ഒരു അറിയിപ്പും ലഭിച്ചിട്ടില്ലെന്ന് ദളിത് ചിന്തകനും സാമൂഹിക നിരീക്ഷകനുമായ സണ്ണി M കബിക്കാട് പറഞ്ഞു. താരതമ്യേന ഒരു ധാരണയിൽ പോവുക ചെയ്യുന്നത് എനിക്ക് മാത്രം എന്തോ അധിക ബാധ്യതയുണ്ട് എന്നുള്ള നിലക്ക് ഞാൻ പഴയ നിലപാടെല്ലാം കൈയൊഴിയുന്നു. UDFിൻ്റെ നിലപാട് ഏറ്റെടുക്കും. അങ്ങനെയല്ലത്. എനിക്കെൻ്റെ ഒരു നിലപാടും മാറ്റിവെക്കേണ്ടതില്ല. NDAയിൽ 40 സീറ്റുകൾ ആവശ്യപ്പെടാനാണ് BDJS തീരുമാനം. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തുഷാർ വെള്ളാപ്പള്ളിയെ മത്സരിപ്പിക്കാൻ ആലോചനയുണ്ട്. നാളെയാണ് NDA യോഗം. വെള്ളിയാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തും. ഇതിനിടെ തൃശൂർ മണ്ഡലത്തിൽ UDF വോട്ടുകൾ വെട്ടിമാറ്റാൻ BJP ശ്രമം നടത്തുന്നെന്ന ആരോപണവുമായി DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് രംഗത്തെത്തി. LDF തുടർഭരണം അർഹിക്കുന്നില്ലെന്നും UDFിനോട് ആഭിമുഖ്യമുണ്ടെന്നും ആദിവാസി ഗോത്രമഹാസഭാ നേതാവ് M ഗീതാനന്ദൻ പറഞ്ഞു. 24 തിരുവനന്തപുരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ജയസാധ്യതയെന്ന് ദേശീയ നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പുതിയ ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ വിളിച്ചു ചേർത്ത യോഗത്തിൽ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തി. തയ്യാറെടുപ്പുകൾ സംസ്ഥാന ഘടകം വിശദീകരിച്ചു. നിതിൻ നബീൻ ഉടൻ കേരളത്തിലെത്തും. ഭരണത്തുടർച്ചയുണ്ടാകണമെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ NDAയിൽ ചേരണമെന്ന് കേന്ദ്രമന്ത്രി രാംദാസ് അത്തവാലെ. പിണറായി വിജയൻ NDAയിൽ ചേരുകയാണെങ്കിൽ അതൊരു വിപ്ലവകരമായ തീരുമാനമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അത്താവാലയ്ക്ക് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ധാരണയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. രാംദാസ് അത്തേവാലെ ഹാസ്യ കഥാപാത്രം എന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പരിഹാസം. Then I appeal to Honorable Vijayanji. If the Vijayan will join the NDA, that will be the very revolutionary decision. He will come and join our NDA. And in the coming assembly election, if the Vijayan and BJP will come together, then there should not be any problem for taking the power in Kerala. അദ്ദേഹത്തിന് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വേണ്ടത്ര ധാരണയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണല്ലോ. കേരളത്തിന് സഹായം ലഭിക്കണം. ആ സഹായം എന്നുള്ള പ്രഖ്യാപനം തന്നെ തെറ്റാണ്. നമ്മുടെ അവകാശപ്പെട്ടതാണ്. കേരളത്തിന് സഹായം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ NDAയുടെ ഭാഗമാവണമെന്നാണ്. കേന്ദ്ര മന്ത്രിസഭയിലെ അംഗം തന്നെ പരസ്യമായി പത്രക്കാരുൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവരോട് പറയുന്നു എന്ന് പറയുന്ന ഈ ഭരണഘടനാ വിരുദ്ധത രാജ്യം അതിശക്തിയായ രീതിയിലുള്ള പ്രതിഷേധത്തിലൂടെയാണ് കൃത്യമായിട്ട് അടയാളപ്പെടുത്തേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹം പാർലമെന്റിൽ ഒരു നല്ല ഹാസ്യ കഥാപാത്രമാണ്. ഓരോ പ്രസംഗത്തിലും ആൾക്കാർക്ക് ചിരിക്കാൻ തകയുണ്ടാകും. തമാശ പറയാൻ വേണ്ടി മാത്രം മോദിയും കൂട്ടുകാരും പോറ്റി വളർത്തുന്ന ഒരു ഹാസ്യ നായകനാണ് അദ്ദേഹം. നിയമസഭാ തിരഞ്ഞെടുപ്പെടുത്തതോടെ തമിഴ്നാട്ടിലും രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ്. TTV ദിനകരന്റെ അമ്മ മക്കൾ മുന്നേറ്റ കഴകം NDAയിലേക്ക് തിരിച്ചെത്തി. മുൻ മന്ത്രിയും AADMKയുടെ മുതിർന്ന നേതാവുമായ R വൈദ്യലിംഗം DMKയിൽ ചേർന്നു. കാലിക്കറ്റ് സർവകലാശാല താത്കാലിക വൈസ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രനെ സ്ഥിരം VCയായി നിയമിച്ച ലോക് ഭവൻ. വൈസ് ചാൻസലർ നിയമനത്തിനായി നിയമിച്ച 3-അംഗ സമിതി തയ്യാറാക്കിയ പാനലിൽ നിന്നാണ് ചാൻസലർ ഡോക്ടർ P രവീന്ദ്രനെ VCയായി നിയമിച്ചത്. കാലിക്കറ്റ് സർവകലാശാല VC നിയമനത്തോടെ സംസ്ഥാനത്തെ 14 യൂണിവേഴ്സിറ്റികളിൽ 4ഇടത്ത് സ്ഥിരം VCമാർ നിയമിതരായി. ഉത്തർപ്രദേശിൽ മതപരിവർത്തനം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത മലയാളി വൈദികൻ ആൽബിൻ ജയിൽ മോചിതനായി. കാൺപൂർ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചതോടെയാണ് തിരുവനന്തപുരം സ്വദേശി ആൽബിൻ ജയിൽ മോചിതനായത്. ഈ മാസം 13-നാണ് ആൽബിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. വീട്ടിൽ പള്ളിയുണ്ടാക്കി ആളുകളെ വിളിച്ചു വരുത്തി നിർബന്ധിത മതപരിവർത്തനം നടത്തിയെന്നടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് വൈദികൻ ആൽബിനെ അറസ്റ്റ് ചെയ്തത്. നിരവധി തവണ നിർബന്ധിത മതപരിവർത്തനത്തിന് കസ്റ്റഡിയിലെടുത്തയാളാണ് ആൽബിനെന്നും കാൺപൂർ പോലീസ് പറഞ്ഞിരുന്നു. എന്നാൽ ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ വ്യാജ പരാതിയിലാണ് അറസ്റ്റെന്നും ജാമ്യം ലഭിക്കാതിരിക്കാനുള്ള വകുപ്പുകൾ പിന്നീട് എഴുതി ചേർക്കുകയായിരുന്നുവെന്നും ആൽബിന്റെ കുടുംബവും സഹപ്രവർത്തകരും ആരോപിച്ചിരുന്നു. അറസ്റ്റിലായി 8 ദിവസത്തിന് ശേഷമാണ് ആൽബിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങാനായത്. കാൺപൂർ ദഹാത് ജയിലിൽ നിന്ന് മോചിതനായ ആൽബിൻ നിലവിൽ സഹപ്രവർത്തകർക്കൊപ്പമാണുള്ളത്. സുരക്ഷാ പ്രശ്നങ്ങളുള്ളതിനാൽ തിരുവനന്തപുരത്തേക്ക് മടങ്ങുന്നതടക്കമുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണെന്ന് സഹപ്രവർത്തകർ 24-നോട് പറഞ്ഞു. 24 ഡൽഹി.
സ്പ്രിന്റ് ഇതിഹാസം ബെൻ ജോൺസന്റെ കേരളത്തിലേക്ക് ഉള്ള യാത്രയിൽ നിർണായക പങ്ക് വഹിച്ചത് മുൻ ദേശീയ താരവും കാനഡ മാസ്റ്റേഴ്സ് ടീം അംഗവുമായ നൈന ജോസാണ്. ബെൻ ജോൺസന് കീഴിലാണ് നൈന ലോക മാസ്റ്റേഴ്സ് ചാമ്പ്യൻഷിപ്പിനായി പരിശീലിച്ചത്. കേരളത്തിൻ്റെ മുൻകാല അത്ലറ്റ്, ഒപ്പം തന്നെ ബെൻ ജോൺസന്റെ ശിഷ്യ, അതാണ് എനിക്ക് ഇപ്പോൾ പുതിയൊരു മേൽവിലാസമായി അറിയപ്പെടാനൊക്കെ ആഗ്രഹിക്കുന്നത്. നൈനൊപ്പം ചേരുന്നു. എന്തായാലും കേരളത്തിനൊരു അഭിമാന നിമിഷമാണ്. അതിൻ്റെ ഒരു ഭാഗമാവാൻ അദ്ദേഹത്തെ പോലെ ഒരു വലിയൊരു താരത്തെ കൊണ്ടുവരുന്നതിൽ സാധിച്ചതിൽ തങ്ങളുടെ പങ്ക് വലുതാണ്. യെസ്, കാനഡയിൽ മാസ്റ്റർ അത്ലറ്റാണ് ബെൻ ജോൺസൺ. 2 വർഷമായിട്ട് ട്രെയിൻ ചെയ്യുന്നു. എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബെൻ ജോൺസൺ കേരളത്തിലെത്തുക എന്നുള്ളത്. അത് സാധിച്ചു. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ്ങിലേക്കൊക്കെ പോയത്? ഞാൻ ട്രാക്കിൽ നിന്നാണ് ബെൻ ജോൺസനെ ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. ഞാൻ ചോദിച്ചപ്പോൾ പുള്ളി വളരെ സന്തോഷത്തോടു കൂടി ട്രെയിൻ ചെയ്യാനായിട്ട്. ഒരു ഇതിഹാസ താരം, അദ്ദേഹം തന്നെ വിശേഷിപ്പിക്കുന്ന പോലെ എക്കാലത്തെയും മികച്ച താരത്തിൽ നിന്നുള്ള എന്തൊരു അനുഭവം അല്ലെങ്കിൽ എന്തൊക്കെ പാഠങ്ങളാണ് പഠിക്കാൻ പറ്റിയത്? ഹി ഈസ് വെരി എൻതൂസിയാസ്റ്റിക്, വെരി ജെന്റിൽ, ജെനുവിൻ പേഴ്സൺ. ബെൻ ജോൺസന്റെ ശിഷ്യ എന്നുള്ളതാണ് നമ്മുടെ കേരളത്തിനടക്കം വലിയ നേട്ടങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു താരം. ഇപ്പോൾ മാസ്റ്റേഴ്സ് വിഭാഗത്തിലും വലിയ പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നു. ബെൻ ജോൺസന്റെ കീഴിലായിരുന്നു പരിശീലിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഹരിക്കൊപ്പം അനിൽ വാസുദേവ്, 24. നെറ്റ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.